മുന്നണി ഉപേക്ഷിക്കേണ്ട സമയം കഴിഞ്ഞെന്നും CPM ബന്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ ആകില്ല എന്നും തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ ആവശ്യം. സമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് എതിരെ രൂക്ഷ വിമർശനവും പരിഹാസവും ഉയർന്നു. എന്തു പറയുന്നു എന്ന് അദ്ദേഹത്തിന് പോലും അറിയില്ലായിരുന്നു. ഗുളിക കഴിക്കും പോലെയാണ് പ്രസ്താവനകളെന്നും വിമർശനം. CPM നേതാക്കളെ കാണുമ്പോൾ സെക്രട്ടറിക്കും മന്ത്രിമാർക്കും മുട്ടിടിക്കും. പാർട്ടിയിൽ ജാതി വിവേചനം നിലനിൽക്കുന്നുവെന്നും സമ്മേളനത്തിൽ വിമർശനമുണ്ട്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, നമുക്കറിയാം CPIയുടെ സമ്മേളന കാലമാണിത്. ഇപ്പോൾ ജില്ലാ സമ്മേളനങ്ങൾ നടന്നു വരുന്നു. തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലാണ് CPMുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കണമെന്നുള്ള ആവശ്യം പ്രതിനിധികൾ ശക്തമായി മുന്നോട്ട് വെച്ചത്. അതുമാത്രമല്ല, സംസ്ഥാന സെക്രട്ടറിക്കെതിരെയും വലിയ വിമർശനം ഉയർന്നല്ലോ. കൂടുതൽ വിവരങ്ങൾ ടിൻഡു ദാസ്. വിനോദ സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടി പിന്നീട് വീണ്ടും പാർട്ടിയിൽ നിന്നും CPI വിട്ടുപോവുകയാണോ എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. 1964 32 അംഗങ്ങളെ കൊണ്ട് 32 അംഗങ്ങളുമായിട്ട് പാർട്ടി വിട്ട് കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു മുന്നണിയിൽ ഒരു സഖ്യകക്ഷിയായിട്ട് മാത്രം നിലനിൽക്കുകയായിരുന്നു CPI എന്ന് പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിലേക്ക് പരിശോധിക്കുകയാണ്, 64 ശേഷം ഇങ്ങോട്ട് പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഒരുപക്ഷെ കേരളത്തിൽ LDF മുന്നണിയിൽ പ്രബലമായ ശക്തിയായി നിൽക്കുന്നത് CPM ആണ്. അപ്പോൾ CPMനോടൊപ്പം ഒത്തുപോകണ്ട എന്നൊരു നിലപാടാണ് ഒരുപക്ഷെ പ്രതിനിധികൾക്കും ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും CPIയുടെ സമ്മേളന കാലഘട്ടമാണ്. തിരുവനന്തപുരം ജില്ലയിലെ സമ്മേളനത്തിലാണ് വലിയ രീതിയിലുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനം ഉയർന്നിട്ടുള്ളത്. ബിനോയ് വിശ്വത്തിനെതിരെയാണ് വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നിട്ടുള്ളത്. എന്ത് പറയുന്നെന്നോ എങ്ങനെ പറയുന്നെന്നോ അദ്ദേഹത്തിന് അറിയില്ല. മണിക്കൂറുകൾ കൂടുമ്പോൾ ഓരോ പ്രസ്താവനകൾ ഇറക്കുന്നു. ആ പ്രസ്താവനകൾ ആർക്കു വേണ്ടി അനുകൂലമായിട്ടാണ് ഇറക്കുന്നത് എന്നൊരു കാര്യം, അല്ലെങ്കിൽ ആ പ്രസ്താവനകൾ പുറപ്പെടുവിക്കുന്നതെന്നൊരു വ്യക്തതയില്ല. അപ്പോൾ AKG സെൻറ്ററിൽ പോയി ചായയും കുടിച്ച് തിരിച്ചു വരുന്നൊരു നിലപാടാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിൽ വലിയ രീതിയിലുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനം തന്നെയാണ് ബിനോയ് വിശ്വത്തിനെതിരെയും പാർട്ടിയിൽ അല്ലെങ്കിൽ CPIയുടെ ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നിട്ടുണ്ടായിരുന്നത്. ബിനോയ് വിശ്വം വെളിച്ചപ്പാടാണോ എന്നാണ് പരിഹാസത്തിലൂടെ പറയുന്നത്. അതോടൊപ്പം തന്നെ 3 നേരം ഗുളിക കഴിക്കുന്നത് പോലെ പ്രസ്താവന ഇറക്കിയാൽ മാത്രം ഒരു പക്ഷേ അതൊരു മുന്നണിയിലെ അല്ലെങ്കിൽ ഒരു മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയുടെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയുടെ ഒരു നിലപാടായി മാറില്ല. നിലപാടുകൾ വ്യക്തമാക്കുന്നതിൽ ഒരുപക്ഷെ CPIക്ക് മുട്ടിടറാറുണ്ട്. ആ ഒരു മുട്ടിടിച്ചിലാണ് ഒരുപക്ഷെ നിലപാടുകളിൽ നിന്നും മുഴച്ചു നിൽക്കുന്നത് എന്നൊരു ആക്ഷേപം വരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പാർട്ടിയിൽ ജാതി വിവേചനമെന്ന സമ്മേളനത്തിലൊരു വിമർശനം ഉയർന്നിട്ടുണ്ടായിരുന്നു. CPIയിൽ പ്രധാനമായിട്ടും LDF പോലുള്ള മുന്നണിയിൽ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കക്ഷി. അപ്പോൾ ആ കക്ഷിയിൽ ഇത്തരത്തിൽ ഒരു ജാതി വിവേചനം നിലനിൽക്കുന്നു എന്നൊരു ആക്ഷേപവും കൂടി CPIയുടെ ജില്ലാ സമ്മേളനത്തിൽ ഉയരുന്നുണ്ട്. ഒരുപക്ഷെ CPMനേക്കാളും മുതിർന്ന ഒരു പരിചയമുള്ള ഒരു പാർട്ടിയാണ് CPI എന്ന് പറയുന്നത്. പക്ഷേ CPIക്ക് എത്രത്തോളം മുന്നണിയിൽ പ്രാധാന്യമുണ്ട് എന്നുള്ളൊരു കാര്യത്തിലൊക്കെ പ്രതിനിധികളുടെ ഇടയിലും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ അണികളുടെ ഇടയിലും സംശയം വന്നിട്ടുണ്ട്. ഒരുപക്ഷെ CPMന് ലഭിക്കുന്ന പ്രാതിനിധ്യം അല്ലെങ്കിൽ പ്രാധാന്യം CPIക്ക് ലഭിക്കുന്നില്ല എന്നൊരു ആശങ്ക തന്നെയാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ സമ്മേളന കാലഘട്ടത്തിൽ ഉയരാനായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ സമ്മേളന കാലഘട്ടത്തിൽ ഉയരുന്നത്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം CPIയിൽ വലിയ രീതിയിലുള്ള ഒരു അസ്വാരസ്യങ്ങൾ, ഒരുപക്ഷെ ഒരു കൂടിച്ചേരായ്മ ഇല്ലായ്മ തിരുവനന്തപുരം ജില്ലയിൽ ഉടനീളം കഴിഞ്ഞ കാലങ്ങളിലായിട്ട് മുഴച്ചു നിൽക്കുന്നുണ്ട്. അതുതന്നെയാണ് ഒരുപക്ഷെ വലിയ രീതിയിലുള്ള വിമർശനമായിട്ട് മുന്നോട്ട് വരാൻ സാധ്യത. CPIയിൽ നിന്നുള്ളൊരു പ്രധാനപ്പെട്ട മന്ത്രിസഭയിൽ ഉണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ CPIക്ക് മുന്നണിയിൽ വലിയ രീതിയിലുള്ള പ്രാധാന്യം കിട്ടുന്നില്ല എന്ന് തന്നെയാണ് എതിർപ്പ്. CPIയിൽ ജാതി വിവേചനം നിലനിൽക്കുന്നുണ്ട്, പിന്നോക്ക വിഭാഗങ്ങളെ അവഗണിക്കുന്നുവെന്നും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം N രാജനെ പോലും തരം താഴ്ത്തുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നണി വിടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. മുന്നണിയുമായിട്ട് ഒത്തുപോവുകയാണെങ്കിൽ വിവേചനമെല്ലാം കടിച്ചമർത്തിക്കൊണ്ട് അല്ലെങ്കിൽ വിവേചനമെല്ലാം നേരിട്ട് കൊണ്ട് തുടരേണ്ടി വരും. ഈ സമയത്ത് മുന്നണി വിട്ടുപോകേണ്ട സമയമാണ്. മുന്നണിക്ക് പിന്തുണ നൽകേണ്ട ആവശ്യമില്ല, CPIക്ക് കാലുതാങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല എന്നാണ് പ്രതിനിധികൾ ജില്ലാ സമ്മേളനത്തിൽ വലിയ രീതിയിലൊരു വിമർശനമായിട്ട് ഉന്നയിച്ചിട്ടുള്ളത്. തീർച്ചയായും വലിയ വിമർശനമാണ് CPIക്കുള്ളിൽ നിന്നും ഉയർന്നു വരുന്നത്. മുന്നണി വിടണമെന്നുള്ള ആവശ്യം തന്നെ ഉയരുന്നു. പ്രീതി ജയൻ എന്നുള്ള പ്രേക്ഷക ചോദിക്കുകയാണ്, CPI ഇനി എങ്ങോട്ട് പോകുന്നു? CPI നേരത്തെയും മുന്നണി വിട്ടിട്ടുണ്ട്. നമ്മൾക്കറിയാം PK വാസുദേവൻ നായർ ഇവിടെ മുഖ്യമന്ത്രി ആയത് എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. അത് CPIക്ക് നേരത്തെയും CPMൽ നിന്നും ഇത്തരത്തിലുള്ള അവഗണന നേരിട്ടപ്പോൾ അവർ മുന്നണി വിടുന്ന സാഹചര്യമൊക്കെ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ചർച്ചകൾ പാർട്ടിയുടെ ജില്ലാ സമ്മേളനങ്ങളിൽ ശക്തമായി ഉയരുന്നു.
പ്രത്യേകിച്ചും തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിലാണ് ഇത്തരമൊരു ആവശ്യം ഉയർന്നു വന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്.